ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പേഴ്സും അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് നെഗറ്റീവ് നമ്പേഴ്സ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ധാരാളം ആപ്ലിക്കേഷൻസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നെഗറ്റീവ് നമ്പേഴ്സുമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. ഇപ്പം നമ്മളൊരു ലിഫ്റ്റിൽ സാധാരണഗതിയിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലും അതേപോലെ മാളുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുക ഗ്രൗണ്ടിൻ്റെ അടിഭാഗത്താണ്. അതായത് ഈ മാളിൽ സാധാരണഗതിയിൽ നമ്മളെ ലിഫ്റ്റിൽ 0 മുതൽക്ക് മേലോട്ട് ഫ്ലോറുകൾ എണ്ണാറുണ്ട്. 1, 2, 3, 4 എന്നീ ഫ്ലോറുകൾ എണ്ണാറുണ്ട്. അതേപോലെ താഴോട്ട് -1, -2, -3 എന്നീ അങ്ങനെ നമ്മൾ സാധാരണ എണ്ണാറുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് തുറന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നിർമ്മിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ബേസ് എന്ന് പറയുന്നത് 0 ആണ്. ആ 0ക്ക് മുകളിൽ സാധാരണ ഫ്ലോറുകൾ ഉണ്ടാക്കും, 0ക്ക് താഴെയും ഇതേപോലെ ഫ്ലോറുകൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ 0ക്ക് മുകളിൽ വരുന്ന നമ്പറുകളെയാണ് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, 0ക്ക് താഴെയാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമുക്കറിയാം ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം 0 ഡിഗ്രിയിൽ സാധാരണ വാട്ടർ ഐസാകും. അപ്പോൾ 0യേക്കാൾ താഴ്ന്ന തണുപ്പുള്ള രാജ്യങ്ങളും അതേപോലെ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം 0 ഡിഗ്രിക്ക് താഴെയാണ് തണുപ്പ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ -1, -2, -20 ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ധാരാളം ഉപയോഗങ്ങളുള്ള ഒരു നമ്പേഴ്സാണ് യഥാർത്ഥത്തിൽ ഈ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നമ്പർ ലൈൻ എടുത്ത് ഈ നമ്പർ ലൈനിൽ നമ്മൾ ഒരു 0 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ ഈ നമ്പർ ലൈനിന്റെ സെന്റർ ആണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ 0യുടെ റൈറ്റിൽ ഗ്രേറ്റർ ദാൻ 0, അതായത് 0ക്ക് മുകളിൽ വരുന്ന നമ്പറുകളെയാണ് നമ്മൾ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത്, 0ക്ക് താഴെ വരുന്ന നമ്പറുകളെയാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ 1, 2, 3 ഇങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ -1, -2 എന്നിങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സിനെ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് ഉൾപ്പെടെ, അതായത് നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പറും ഉൾപ്പെടെയുള്ള നമ്പറുകളാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡീഷനുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ്. എന്താണ് ഒരു നമ്പേഴ്സിന്റെ, ഒരു നെഗറ്റീവ് നമ്പേഴ്സും ഒരു പോസിറ്റീവ് നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ -6 എന്നൊരു നമ്പറും 5 എന്നൊരു നമ്പറും നമ്മൾ ആഡ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ -6 ആണ്, ഈ നമ്പർ 5 ആണ്. അപ്പോൾ ഈ വലിയ നമ്പറിൽ നിന്ന് നമ്മൾ ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. അപ്പോൾ 6ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1 എന്നാണ് കിട്ടുക. ഇനി ഇതിന്റെ സൈന്, വലുതിന്റെ സൈൻ ഏതാണോ ആ സൈന് കൊടുത്താൽ നമുക്ക് -1 ആയി. ഇങ്ങനെയാണ് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ നോക്കൂ, -3 + 3. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്പർ ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. രണ്ട് നമ്പേഴ്സിന്റെയും പിന്നെ ന്യൂമറിക്കൽ വാല്യൂ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യുക? 3ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 0 ആണ്. 0ക്ക് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ഇല്ലാത്തതുകൊണ്ട് ഇതിന് രണ്ടിന്റെയും സം എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് ഈ അഡീഷൻ നമ്പർ ലൈനുമായി കണക്ട് ചെയ്തിട്ട് എങ്ങനെ പഠിക്കാം? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -3 + 2, ഈ രണ്ട് നമ്പേഴ്സും നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? നമുക്കറിയാം ഈ നമ്പർ ലൈനിൽ -3യുടെ പൊസിഷൻ ഇതാണ്. -3യുടെ പൊസിഷൻ ഈ -3 കഴിഞ്ഞിട്ട് നമ്മൾ 2 ആണ് ആഡ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂടുകയാണല്ലോ. അപ്പൊ കൂടുമ്പോൾ നമ്മൾ -3ൽ നിന്ന് വലത്തോട്ട് 2 ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ -3യും ഒരു പ്ലേസ് ആയി, പിന്നെ 2 പ്ലേസ് ആയി. അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂ എത്ര കിട്ടുക? -1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. നോക്കൂ, -3ൽ നിന്ന് ഒരു യൂണിറ്റ് വലത്തോട്ട്, വേറെ യൂണിറ്റ്, 2 യൂണിറ്റ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ നമ്പർ എത്തുക ശരിക്കും പറയുകയാണെങ്കിൽ -1. അതുകൊണ്ടാണ് 3 - 2 1, വലുതിന്റെ സിമ്പിൾ മൈനസ്, അങ്ങനെ -1 ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പൊ നമ്മൾ -3 അല്ലെങ്കിൽ -2 + 4
എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് 2 എന്നാണല്ലോ കിട്ടുക. കാരണം വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ 2 എന്ന് കിട്ടും. വലുതിന്റെ സിമ്പൽ പോസിറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ -2 + 4 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -2 നിന്ന് 4 യൂണിറ്റ് വലത്തോട്ട്. അപ്പൊ -2 നിന്ന് 4 യൂണിറ്റ് വലത്തോട്ട് വരുമ്പോൾ എന്ത് വരും? -2 നിന്ന് 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. സോ വി വിൽ റീച്ച് ഇറ്റ് -2 + 4 എന്ന് വരുമ്പോൾ നമ്മൾ എവിടെ എത്തും? 2 റീച്ച് ചെയ്യും. അതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു നമ്പർ ലൈൻ വഴി നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ആഡ് ചെയ്യാനുള്ള ട്രിക്കാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏതാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം -1 + 5 നമ്മൾ മറ്റൊരു നമ്പർ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇപ്പം -1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 യൂണിറ്റ് വലത്തോട്ട് പോവാണ്. അപ്പൊ 5 യൂണിറ്റ് വലത്തോട്ട് പോകുമ്പോൾ എത്ര കിട്ടും? ഇതാണ് 1 യൂണിറ്റ്, 2nd യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്, 5 യൂണിറ്റ്. അപ്പൊ നമ്മൾ എവിടെ എത്തും? സോ വി വിൽ ഗെറ്റ് ദി ആൻസർ 4. നോക്കൂ, 5 നിന്ന് 1 വെച്ചാൽ 4 ആണ്. വലുതിന്റെ സിമ്പൽ പോസിറ്റീവ് ആണ്. ഇങ്ങനെ നമ്പർ ലൈനിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ ഇങ്ങനെ മൂവ്മെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നമ്മൾ മറ്റൊരു അഡീഷൻ, അതായത് -5 + 6 എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ ചെറിയ നമ്പർ -5 ആണ്, വലിയ നമ്പർ 6 ആണ്. അപ്പൊ നമ്മൾ -5ഉം 6ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. -5ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 6ലേക്ക്. അപ്പൊ -5ൽ നിന്ന് 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്, 5 യൂണിറ്റ്, 6 യൂണിറ്റ്. അവിടെ നമ്മൾ റീച്ച് ചെയ്തിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് 1. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഒരു നമ്പർ ലൈനിൽ നിന്ന് അഡീഷൻ വരുമ്പോൾ അത് നമ്പറിൽ നിന്ന് വലത്തോട്ട് 6 യൂണിറ്റ് മൂവ് ചെയ്താൽ എവിടെയാണ് എത്തുന്നത് ക്വസ്റ്റ്യൻ, അതാണ് 1. അപ്പൊ നമുക്കറിയാം 6 - 5 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. വലുതിന്റെ സിമ്പിൾ പോസിറ്റീവ് ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ അഡീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ, അതായത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ -6 - 5. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 5 എന്ന് പറയുന്ന നമ്പർ പോസിറ്റീവ് നമ്പറാണ്, ഈ നമ്പർ നെഗറ്റീവ് നമ്പറാണ്. അപ്പൊ -6 - 5 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം -6 പ്ലസ് ഈ 5ന്റെ സിമ്പൽ മാറ്റി, ഈ 5ന്റെ സിമ്പൽ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ -6ഉം -5ഉം ആഡ് ചെയ്താൽ നമ്മൾ നമ്പർ ആഡ് ചെയ്യുന്നു. 6ഉം 5ഉം ആഡ് ചെയ്താൽ 11 ആണ്. രണ്ടിന്റെയും ഒരേ സിമ്പൽ ആയതുകൊണ്ട് ദ ആൻസർ ഈസ് -11. ഇങ്ങനെയാണ് നമ്മൾ ഒരു സബ്ട്രാക്ഷൻ ഒരു നമ്പറിനെ മറ്റൊരു നമ്പറുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. 7 - -3. ഇവിടെ ഈ നമ്പറിന്റെ സൈൻ പോസിറ്റീവ് ആണ്, ഈ നമ്പറിന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 പ്ലസ് ഈ മൈനസ് എന്താവും അറിയാം? പോസിറ്റീവ് ആവും. ഡബിൾ മൈനസ് പ്ലസ് ആവും. ഇനി അത് മാത്രമല്ല, ഈ -3യുടെ നേരെ സൈൻ മാറ്റിയാൽ മതി. -3യുടെ സൈൻ എന്താണ്? പ്ലസ് ആണ്. -3യുടെ നേരെ സൈൻ മാറ്റിയാൽ +3 എന്ന് കിട്ടും. ഇനി 7ഉം 3ഉം ആഡ് ചെയ്ത് നമുക്ക് എത്രയാണ് കിട്ടുക? 10 എന്നാണ് ഇതിന് ആൻസർ കിട്ടുക. ഇങ്ങനെയാണ് ഒരു നെഗറ്റീവ് നമ്പറും മറ്റൊരു നെഗറ്റീവ് നമ്പറോ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പറോ സബ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ്. ഈ 4 എക്സർസൈസിൽ നമുക്ക് ഒന്നാമത്തെ എക്സർസൈസ് നോക്കൂ. ഈ 6 പോസിറ്റീവ് നമ്പറാണ്, ഈ 4ഉം പോസിറ്റീവ് ആണ്. ഇത് നമ്മളെ ഓർഡിനറി സബ്ട്രാക്ഷൻ ആണ്. 6ൽ നിന്ന് 4 മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 എന്ന ആൻസർ കിട്ടും. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ -4 എന്നത് നെഗറ്റീവ് ആണ്, ഈ നമ്പർ പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 6നോട് കൂടി ഡബിൾ മൈനസ് എന്തായി മാറും? പ്ലസ് ആവും. സോ 6 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്പർ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സിമ്പിൾ ആയതുകൊണ്ടും ഇത് നെഗറ്റീവ് നമ്പറാണ്. അപ്പൊ നോക്കൂ, നമുക്ക് എന്ത് ചെയ്യാം? -6 പ്ലസ് നമ്മൾ ആഡ് ചെയ്തു. ഈ 4ന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് -4 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -6 പ്ലസ് -4 എത്രയാണ് ആൻസർ കിട്ടുക? നമുക്ക് -10 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അതേപോലെ ഇത് നോക്കൂ, ഈ നമ്പർ -4 ആണ്, ഇത് -6 ആണ്. അപ്പൊ -6 ഡബിൾ മൈനസ് പ്ലസ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം? -6 + 4 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ 2 എന്നാണ് കിട്ടുക. വലുതിന്റെ സിമ്പിൾ നെഗറ്റീവ് ആയതുകൊണ്ട് -2 എന്നാണ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ വിവിധ തരത്തിലുള്ള സബ്ട്രാക്ഷനുകൾ ചെയ്യുക. നിങ്ങൾ കൂടുതൽ എക്സർസൈസുകൾ ടെക്സ്റ്റ് ബുക്കിലും മറ്റ് എക്സർസൈസ് ബുക്കുകളിലൊക്കെ നോക്കിയിട്ട്
ഇത് പ്രാക്ടീസ് ചെയ്യണം. വളരെ ലളിതമായ ഒരു മാത്തമാറ്റിക്സ് ആണിത്. ഇത് നമ്മളെ ബേസ് ക്ലിയർ ആവാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഈ ബേസുകൾ നന്നായിട്ട് ക്ലിയർ ആക്കി പഠിച്ചു പോകണം. ബേസ് ആണ് മാത്തമാറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ലോവർ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. കൂടുതൽ എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് നമ്പർ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നമ്മളിവിടെ 4 - 6 എന്നൊരു പ്രോബ്ലം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ 4 ആണ്. നമ്മൾ അതിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യണത്? 6 ആണ് മൈനസ് ചെയ്യണത്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂടുകയാണ്, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയാണ്. അപ്പൊ -4ൽ നിന്ന് നമ്മൾ 6 മൈനസ് ചെയ്യുമ്പോൾ എവിടെയാണ് ഇവിടുത്തെ 4? ഇതാണ് 4 എന്ന് പറയുന്ന നമ്പർ. ഈ 4ൽ നിന്ന് 6 യൂണിറ്റ് കുറയാണ്. അപ്പൊ 6 യൂണിറ്റ് കുറയുമ്പോൾ 1 2 3 4 5 6 എവിടെത്തും? -2 എന്ന നമ്പറിലാണ് എത്തിപ്പെടുക. അതായത് 4ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ -2 ആണ്. ആക്ച്വലി നോക്കുങ്ങള്, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? 4 പ്ലസ് -6. അതായത് ഇവിടെ ഈ 6 എന്ന നമ്പറിന്റെ നെഗറ്റീവ് സൈൻ കൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ 6ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 2 കിട്ടും. വലുതിന്റെ സിമ്പിൾ -2. ഇത് നമുക്ക് നമ്പർ ലൈൻ ഉപയോഗിച്ച് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കൂ, 2 - -3 ഇങ്ങനെ ചോദിച്ചോളൂ. അപ്പൊ 2വിൽ നിന്ന് എന്താ നമ്മൾ മൈനസ് ചെയ്യുന്നത്? -3 ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പൊ 2ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ കുറയാണല്ലോ ചെയ്യേണ്ടത്. നോക്കൂ, 2വിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടാണ് പോവുക. 2വിൽ നിന്ന് നമ്മൾ -3 ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പൊ 2നോട് കൂടി എന്ത് ചെയ്യണം? ഈ 3 യൂണിറ്റ് വലത്തോട്ട് പോകണം. അപ്പൊ 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 യൂണിറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഇറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ നോർമലി 2 എന്ന് പറയുന്ന പ്ലസ് ഡബിൾ മൈനസ് പ്ലസ് ആവുമല്ലോ. 2 + 3 = 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2വിൽ നിന്ന് നമ്മൾ 3 കുറയുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകണം. 2വിൽ നിന്ന് -3 കുറയുമ്പോൾ എന്ത് ചെയ്യണം? അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ റൈറ്റിലേക്ക് പോകണം. അപ്പോൾ 2 - -3 എന്ന് പറയുമ്പോൾ 2വിൽ നിന്ന് 3 യൂണിറ്റ് പോകണം. അപ്പൊ 2വിൽ നിന്ന് 3 യൂണിറ്റ് പറഞ്ഞാൽ 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 യൂണിറ്റ് അങ്ങനെ എന്ത് ചെയ്യും? 5ലെത്തും. ഇങ്ങനെ നമ്പർ ലൈൻ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സബ്ട്രാക്ട് ചെയ്യാനുള്ള മെത്തേഡ് നമ്പർ ലൈൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന്റെയും പോസിറ്റീവ് നമ്പേഴ്സിന്റെയും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ് പഠിക്കാനുള്ളത്. രണ്ടിനും ഒരേപോലെയുള്ള റൂളാണ്. അതായത് 2 പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക പോസിറ്റീവാണ്. അതേപോലെ 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുക പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഒരേ സിമ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക പോസിറ്റീവാണ്. ഇനി ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിലോ അതിന്റെ ആൻസർ തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വിച്ച് ഈസ് ഓൾസോ നെഗറ്റീവ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരേ സിമ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള 2 സിമ്പിൾസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയുക 6 × 5. ഇത് രണ്ടും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് 6 ആണ്, ഒന്ന് പോസിറ്റീവ് 5 ആണ്. ആൻസർ എന്തായിരിക്കും? 30 ആയിരിക്കും. ഇനി വേറൊന്ന് -6 × -5 ആണെങ്കിലോ ഇതും ആൻസർ 6 ആയിരിക്കും. ഇനി 6 × -5 എന്നത് എന്താണ്? -30 ആണ്. അല്ലെങ്കിൽ -5 × 6 എന്ന് വന്നാലും നമുക്ക് -30 ആയിരിക്കും. കാരണം ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസർ നെഗറ്റീവായി. ആദ്യത്തെ നെഗറ്റീവ് രണ്ടാമത്തെ പോസിറ്റീവ് ആയാലും നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതാണ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട റൂള്. ഇതേ റൂള് തന്നെയാണ് നമുക്ക് ഡിവിഷനിലും അപ്ലൈ ചെയ്യാനുള്ളത്. നോക്കൂ, ഇപ്പൊ ഒരു പോസിറ്റീവിനെ മറ്റൊരു പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഒരു നെഗറ്റീവിനെ ഒരു നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടുക പോസിറ്റീവാണ്. എന്നാൽ പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നോക്കൂ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഇതിന്റെ ബേസിക് റൂളാണ്. ഈ റൂള് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ എത്താൻ കഴിയും. നോക്കൂ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6/-2 എപ്പോഴും നമ്മൾ ഈ മൈനസ് എന്ത് ചെയ്യും? മുകളിൽ പോസിറ്റീവ് ആണ്, താഴെ നെഗറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് നെഗറ്റീവ്. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 എന്നാണ് കിട്ടുക. ഇനി മുകളിൽ നെഗറ്റീവ് ആണ്, താഴെ പോസിറ്റീവ് ആണെങ്കിലോ? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ 6ഉം 3ഉം
ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ മൈനസ് ആണ്, താഴെ പോസിറ്റീവ് ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. 6 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്നാണ് കിട്ടും. സോ ദ ആൻസർ ഈസ് -2. ഇങ്ങനെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഒരേ റൂളാണ്. ഒരേ നമ്പർ കൊണ്ട് ഒരേ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും പോസിറ്റീവ് ആയിരിക്കും. ഡിഫറെന്റ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ആൻസർ ഷുഡ് ബി നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റൂള്. ഇത് രണ്ടുപേർക്കും കോമൺ ആയിരിക്കും.